ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് PSCയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല, അതായത് PSC നടത്തിയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല. പക്ഷേ HSC നാച്ചുറൽ സയൻസിന്റെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ കണ്ടാൽ മതി. അപ്പോൾ ഇതിനകത്ത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ആൻസർ ചെയ്യാം. സോ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. സോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ആൻസർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന ആൻസർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ ആണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കാണാം. അതായത് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അടുത്ത ക്വസ്റ്റ്യൻ, 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് പാൻക്രിയാസ്, പീയൂഷ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, അഡ്രിനൽ ഗ്രന്ഥി. അപ്പോൾ 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കരിമ്പിന്റെ ക്രോമസോം സംഖ്യ എത്ര? 80, 78, 82, 84. അപ്പോൾ കരിമ്പിന്റെ ക്രോമസോം സംഖ്യ ഓപ്ഷൻ എ ആണ്, 80 ആണ് വരുന്നത്. അടുത്തത്, മനുഷ്യരിലെ വലിയ വ്യാപ്തം എത്ര? 100 ml, 250 ml, 500 ml, 750 ml. മനുഷ്യരിലെ വലിയ വ്യാപ്തം ഓപ്ഷൻ സി ആണ്, 500 ml. ഓക്സിജൻ ലഭ്യത കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ശ്വാസതടസ്സം? എഫാസിയ, ഹൈപ്പോക്സിയ, ഡിസ്പെസിയ, അസ്ഫിക്സിയ. നമുക്ക് സ്ക്രീനിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്സിജൻ ലഭ്യത കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ശ്വാസതടസ്സം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസ്ഫിക്സിയ. അടുത്തത്, പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? കാസിമർ ഫങ്ക്, E.H. സ്റ്റാർലിംഗ്, ബെർസിലിയസ്, ലാമാർക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ബെർസിലിയസ്. അപ്പോൾ പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ബെർസിലിയസ് ആണ്. വൈറ്റമിൻ സി ആൻഡ് കോൺകോൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? റോബർട്ട് കോഷ്, ലിനസ് പോളിംഗ്, ലൂയി പാസ്റ്റർ, ഷാരൺ ക്രിച്ച്. വൈറ്റമിൻ സി ആൻഡ് കോമൺ കോൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലിനസ് പോളിംഗ്. ശ്വസന സമയത്ത് വാതക വിനിമയം നടക്കുന്നതിന് കാരണം? വികിരണം, വ്യതിവ്യാപ്തം, അന്തർവ്യാപനം, ഉത്പാദനം. ശ്വസന സമയത്ത് വാതക വിനിമയം നടക്കുന്നതിന്റെ കാരണം? ഓപ്ഷൻ എ വികിരണം, ഓപ്ഷൻ ബി വ്യതിവ്യാപ്തം, ഓപ്ഷൻ സി അന്തർവ്യാപനം, ഓപ്ഷൻ ഡി ഉത്പാദനം. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അന്തർവ്യാപനം. 9ാമത്തെ ചോദ്യം, അന്തകവിത്തിന്റെ പ്രാധാന്യം? വളത്തിന്റെ ആവശ്യമില്ല, കളകളെ നശിപ്പിക്കുന്നു, പ്രത്യുൽപാദന ശേഷിയില്ല, ഇവയൊന്നുമല്ല. അന്തകവിത്തിന്റെ പ്രാധാന്യം ഓപ്ഷൻ സി ആണ്, പ്രത്യുൽപാദന ശേഷിയില്ല. പൂർണ്ണം അല്ലെങ്കിൽ പൂജ്യം എന്ന തത്വം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പേശികൾ, ജനസംഖ്യ, വനവൽക്കരണം, ക്ലോണിംഗ്. പൂർണ്ണം അല്ലെങ്കിൽ പൂജ്യം എന്ന തത്വം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പേശികൾ. മരണാനന്തരം കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന പ്രതിഭാസം? റീനൽ കോലിക്, റിഗർ മോർട്ടിസ്, പേശിക്ലമം, അംഗാഘാതം. ഓപ്ഷൻ ബി ആണ്, റിഗർ മോർട്ടിസ്.
മരണാനന്തരം കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന പ്രതിഭാസം റിഗർ മോർട്ടിസ്. അതായത് ഗർഭസ്ഥ ശിശുവിന്റെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനം അഗ്ലൂട്ടിനേഷൻ, ജീൻ തെറാപ്പി, അമ്നിയോട്ടിക് സിന്തസിസ്, EEG. ഗർഭസ്ഥ ശിശുവിന്റെ അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനം അഗ്ലൂട്ടിനേഷൻ, ജീൻ തെറാപ്പി, അമ്നിയോസിന്തസിസ്, EEG. പിന്നെ ആൻസർ ഓപ്ഷൻ സി ആണ്, അമ്നിയോസിന്തസിസ്. പോഷണത്തെ കുറിച്ചുള്ള പഠനം ടെറട്ടോളജി, ട്രോഫോളജി, ട്രോമറ്റോളജി, പോസോളജി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രോഫോളജി. പോഷണത്തെ കുറിച്ചുള്ള പഠനം ട്രോഫോളജി. അടുത്തത് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർ റോബർട്ട് എഡ്വേർഡ് പാട്രിക് സ്റ്റെറപ്റ്റോ, ക്രിക് വാട്സൺ, സെട്ടൻ ബോറി, ബാറ്റിംഗ് ബെസ്റ്റ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർ ഓപ്ഷൻ എ ആണ്, റോബർട്ട് എഡ്വേർഡ് പാട്രിക് സ്റ്റെറപ്റ്റോ. ലോക രക്തദായക ദിനം ഒക്ടോബർ 1, ജൂൺ 1, ജനുവരി 14, ജൂൺ 14. ലോക രക്തദായക ദിനം ഓപ്ഷൻ ഡി ആണ്, ജൂൺ 14. 16 ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ഒട്ടകം ടെട്ര, സ്നെപ്പി, ജഞ്ചാസ്, ഇഞ്ചാസ്, നോറി. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ഒട്ടകം ആൻസർ ഓപ്ഷൻ സി ആണ്, ഇഞ്ചാസ്. അടുത്ത ചോദ്യം, കോക്കസ് ബാക്ടീരിയകളുടെ ആകൃതി ഗോളാകൃതി, ഖണ്ഡാകൃതി, ബുള്ളറ്റാകൃതി, കോമ ആകൃതി. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോളാകൃതി. കോക്കസ് ബാക്ടീരിയകളുടെ ആകൃതി ഗോളാകൃതി. ഗുണനിലവാരമുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് വരുന്ന മുദ്ര എക്കോമാർക്ക്, അഗ്മാർക്ക്, റഗ്മാർക്ക്, ISI മാർക്ക്. ഗുണനിലവാരമുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് വരുന്ന മുദ്ര എക്കോമാർക്ക്, അഗ്മാർക്ക്, റഗ്മാർക്ക്, ISI മാർക്ക്. ആൻസർ ഓപ്ഷൻ ബി, അഗ്മാർക്ക്. അടുത്തത്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഇരവികുളം, നെയ്യാർ, സൈലന്റ് വാലി, പെരിയാർ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, സൈലന്റ് വാലി. ഓപ്പറോൺ മാതൃക അവതരിപ്പിച്ചത് ആര്? ജക്കബ് ആൻഡ് മൊണാഡ്, പ്രിക് ആൻഡ് വാട്സൺ, ഫ്രെഡറിക് സെങ്ങർ, ഫ്രഞ്ച് ആൻഡേഴ്സൺ. ഓപ്ഷൻ എ ആണ്, ജക്കബ് ആൻഡ് മൊണാഡ്. ഒപ്പറോൺ മാതൃക അവതരിപ്പിച്ചത് ജക്കബ് ആൻഡ് മൊണാഡ്. തേനീച്ച കോളനിയിലെ തൊഴിലാളികൾ റാണി ഈച്ച, ഡ്രോണുകൾ, പെൺതേനീച്ചകൾ, ക്യാഡീസ്. ഓപ്ഷൻ സി ആണ് വരുന്നത്, പെൺതേനീച്ചകൾ. നീലരക്തമുള്ള ജീവികൾ മൊളസ്കുകൾ, അനലിഡുകൾ, ഷഡ്പദങ്ങൾ ഇവയൊന്നുമല്ല. നീലരക്തമുള്ള ജീവികൾ ഇത് മൊളുസ്ക്, അനലിഡ്സ്, ഷഡ്പദങ്ങൾ ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, മൊളുസ്കുകൾ. നീലരക്തമുള്ള ജീവികൾ മൊളുസ്കുകൾ. പാറ്റയുടെ ശാസ്ത്രീയ നാമം ഓഫിയോഫാഗസ് എന്ന വെരിപ്ലാനേറ്റ അമേരിക്കാന, ബോസ് ഇൻഡിക്കസ്, കാനിസ്, ഫെമിലിയാരിസിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വെരിപ്ലാനേറ്റ അമേരിക്കാന. പാറ്റയുടെ ശാസ്ത്രീയ നാമം ഓഫിയോഫാഗസ് എന്ന വെരിപ്ലാനേറ്റ അമേരിക്കാന, ബോസ് ഇൻഡിക്കസ്, കാനിസ്, ഫെമിലിയാരിസിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വെരിപ്ലാനേറ്റ അമേരിക്കാന.
ആനയുടെ ഗർഭകാലം എത്ര? 600 മുതൽ 650 ദിവസം, 28 മുതൽ 35 ദിവസം, 105 മുതൽ 113 ദിവസം, 300 മുതൽ 360 ദിവസം. ആൻസർ ഓപ്ഷൻ എ ആണ്, 600 മുതൽ 650 ദിവസം. വുമൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ലോമികലാജാലം. ക്യാപ്സുലാർ സ്പേസ്, ഗ്ലോമറുലസ്, പിരമിഡുകൾ, മെഡുല. വുമൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ കാണപ്പെടുന്ന ലോമികജാലം ക്യാപ്സുലാർ സ്പേസിസ്, ഗ്ലോമറുലസ്, പിരമിഡുകൾ, മെഡുല. ഓപ്ഷൻ ബി ആണ്, ഗ്ലോമറുലസ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന കരളിലെ കോശങ്ങളാണ് ആൽഫ, ബീറ്റ, റോഡ്, കൂഫർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, കൂഫർ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന കരളിലെ കോശങ്ങളാണ് കൂഫർ. കോശവിഭജനത്തെ സഹായിക്കുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ, സെൻട്രോസോം, ലൈസോസോം, റൈബോസോം. കോശവിഭജനത്തെ സഹായിക്കുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ, സെൻട്രോസോം, ലൈസോസോം, റൈബോസോം. ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെൻട്രോസോം. ഏറ്റവും കൂടുതൽ ഉരകവർഗങ്ങളുള്ള രാജ്യം ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ ഉരകവർഗങ്ങളുള്ള രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി കിവി, റോബിൻ, എമു, അരയന്നം. ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി ഓപ്ഷൻ സി, യമു. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം പാരീസ്, ഗ്ലാൻഡ്, വാൻകൂവർ, ആംസ്റ്റർഡാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ആംസ്റ്റർഡാം. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം. വാഷിംഗ്ടൺ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത് IUCN, സൈറ്റസ്, പെറ്റ. ഗ്രീൻ പീസ് വാഷിംഗ്ടൺ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, സൈറ്റസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ? ഡെറാഡൂൺ, ഭോപ്പാൽ, റാഞ്ചി, ജബൽപൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭോപ്പാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഭോപ്പാൽ. പരിസ്ഥിതിയിലെ വിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കൃഷിരീതി പ്രിസിഷൻ ഫാമിംഗ്, പെർമാകൾച്ചർ, വിളപര്യയം, കടും കൃഷി. പരിസ്ഥിതിയിലെ വിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കൃഷിരീതി ഏത്? പ്രിസിഷൻ ഫാമിംഗ്, പെർമാകൾച്ചർ, വിളപര്യയം, കടും കൃഷി. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, പെർമാകൾച്ചർ. താഴെ തന്നിരിക്കുന്നവയിൽ സെയ്ത് വിള ഏത്? ബാർലി, തണ്ണിമത്തൻ, ചണം, നെല്ല്. ഓപ്ഷൻ ബി, തണ്ണിമത്തൻ. താഴെ പറയുന്നവയിൽ സെയ്ത് വിള തണ്ണിമത്തൻ. മനുഷ്യന്റെ ശരീരത്തിലെ 21ാമത് ക്രോമസോമിന്റെ തകരാർ മൂലമുണ്ടാകുന്നത് ഡൗൺ സിൻഡ്രോം, ഹണ്ടിങ്ടൺ രോഗം, ടേണർ സിൻഡ്രോം, ക്ലീൻഫെൽറ്റേഴ്സ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഡൗൺ സിൻഡ്രോം. മനുഷ്യ ശരീരത്തിലെ 21ാമത് ക്രോമസോമിന്റെ തകരാർ മൂലമുണ്ടാകുന്നത് ഓപ്ഷൻ എ, ഡൗൺ സിൻഡ്രോം. മന്ദരോഗത്തിന് കാരണമായ പ്രോട്ടോസോവ, പ്ലാസ്മോഡിയം വൈവാക്സ്, എന്റമീബ ഹിസ്റ്റോളിക്ക, ഉച്ച്രേറിയ, ബാൻക്രാഫ്റ്റി, വെരിസെല്ല സോസ്റ്റർ. മന്ദരോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവ. ഓപ്ഷൻ സി, ഉച്ച്രേറിയ, ബാൻക്രാഫ്റ്റി. പക്ഷികളുടെ ഹൃദയാറകളുടെ എണ്ണം 2, 3, 4, 5. ആൻസർ ഓപ്ഷൻ സി ആണ്, 4. പക്ഷികളുടെ രോഗം ഏത്? എയ്ഡ്സ്, മന്ത്, ക്ഷയം, ആന്ത്രാക്സ്.
ഗ്രിഡ് രോഗം. ആൻസർ ഓപ്ഷൻ എ ആണ് എയ്ഡ്സ്. രോഗമോ സാഹചര്യമോ എല്ലാ വൻകരകളിലേക്കും പകരുന്നതാണ്. എൻഡമിക്, കാരിയർ, എപ്പിഡമിക്, പാൻഡമിക്. രോഗമോ സാഹചര്യമോ എല്ലാ വൻകരകളിലേക്കും പകരുന്നതാണ്. ഓപ്ഷൻ ഡി പാൻഡമിക്. പന്നിപ്പനിക്ക് കാരണം H1N1, H5N1, HIV, HIB. ആൻസർ ഓപ്ഷൻ എ H1N1. പന്നിപ്പനിക്ക് കാരണം H1N1. ഭൂമിയിലെ ആകെ ജീവിവർഗത്തിന്റെ എത്ര ശതമാനമാണ് ഷഡ്പദങ്ങൾ? 70, 50, 25, 5. ആൻസർ ഓപ്ഷൻ എ 70. കടൽ വെള്ളരിക്കയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം മഗ്നീഷ്യം, സിങ്ക്, വെനേഡിയം, പൊട്ടാഷ്യം. കടൽ വെള്ളരിക്കയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓപ്ഷൻ സി വെനേഡിയം. DNA ഒരു ജനിതക വസ്തുവാണെന്ന് കണ്ടെത്തിയത് ആര്? ഫെഡറിക് മിഷർ, ആവേരി, ഗ്രിഗർ മെൻഡൽ, ജൊഹാൻസൺ. ആൻസർ ഓപ്ഷൻ ബി ആവേരി. DNA ഒരു ജനിതക വസ്തുവാണെന്ന് കണ്ടെത്തിയത് ആവേരി. ഹാർഡി-വിൻസ്ബർഗ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോപ്പുലേഷൻ ജനറ്റിക്സ്, DNA ഫിംഗർ പ്രിന്റിംഗ്, ക്ലോണിംഗ്, IVF. ഹാർഡി-വിൻസ്ബർഗ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോപ്പുലേഷൻ ജനറ്റിക്സ്, DNA ഫിംഗർ പ്രിന്റിംഗ്, ക്ലോണിംഗ്, IVF. ആൻസർ എ ആണ് പോപ്പുലേഷൻ ജനറ്റിക്സ്. ജീനുകളുടെ സ്ഥാനവും എണ്ണവും ധർമ്മവും തിരിച്ചു മനസ്സിലാക്കുന്നത് ജീൻ തെറാപ്പി, ജീനോം മാപ്പിംഗ്, ജീനോം, ജീൻഗൺ. ജീനുകളുടെ സ്ഥാനവും എണ്ണവും ധർമ്മവും തിരിച്ചു മനസ്സിലാക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ജീനോം മാപ്പിംഗ്. മനുഷ്യപരിണാമത്തിലെ സുപ്രധാന കണ്ണിയായ ഹോമോ ഇറക്ടസിനെ കണ്ടെത്തിയത് ആര്? ലീക്കി കുടുംബം, ആവേരി, യൂജിൻ ഡുബോയ്, റിച്ചാർഡ് സീഡ്. മനുഷ്യപരിണാമത്തിലെ സുപ്രധാന കണ്ണിയായ ഹോമോ ഇറക്ടസിനെ കണ്ടെത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ സി യൂജിൻ ഡുബോയ്. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഡാർവിൻ, ഹ്യൂഗോ ഡിവറിസ്, ജീൻ ലാമാർക്ക്, വെയ്സ്മാൻ. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ജീൻ ലാമാർക്ക്. ഒട്ടിക്കൽ കായിക പ്രജനന രീതിയിൽ ഒട്ടിക്കുന്ന കമ്പിനെ വിളിക്കുന്നത് സ്റ്റോക്ക്, മുകുളം, സിയോൺ, സ്റ്റിക്ക്. ഒട്ടിക്കൽ കായിക പ്രജനന രീതിയിൽ ഒട്ടിക്കുന്ന കമ്പിനെ വിളിക്കുന്നത് ഓപ്ഷൻ സി സിയോൺ. വംശനാശം വന്നുപോയ സ്വർണ്ണത്തവളകൾ കാണപ്പെട്ടിരുന്നത് എവിടെ? മൗറീഷ്യസ്, പശ്ചിമഘട്ടം, പനാമ, ഗാലപ്പഗോസ്. വംശനാശം വന്നുപോയ സ്വർണ്ണത്തവളകൾ കാണപ്പെട്ടിരുന്നത് എവിടെ? ഓപ്ഷൻ സി പനാമ. ലിറ്റ്മസ് നിർമ്മിക്കുന്നത് എന്തിൽ നിന്ന്? ബാക്ടീരിയ, ഫംഗസ്, ആൽഗ, ലൈക്കനുകൾ. ഓപ്ഷൻ ഡി ലൈക്കനുകൾ. ടിഷ്യൂ കൾച്ചറിന്റെ അടിസ്ഥാന തത്വം ടോട്ടിപ്പൊട്ടൻസി, ബിന്ദുസ്രാവം, വ്യതിവ്യാപനം, സസ്യസ്വേദനം. ആൻസർ ഓപ്ഷൻ എ ടോട്ടിപ്പൊട്ടൻസി. ടിഷ്യൂ കൾച്ചറിന്റെ അടിസ്ഥാന തത്വം ടോട്ടിപ്പൊട്ടൻസി. ദിനരാത്രങ്ങളുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന
സസ്യചലനങ്ങൾ. നാസ്റ്റിക് ചലനം, നാസ്റ്റിക് ചലനം, സീസ്മോനാസ്റ്റിസം, ഓട്ടോട്രോപ്പിസം. ആൻസർ ഓപ്ഷൻ ബി നിക്റ്റി നാസ്റ്റിക് ചലനം. കായകൾ ഉണ്ടാകാതെ വിത്തുണ്ടാകുന്ന സസ്യങ്ങളാണ് ജിനോസ്പേമുകൾ, ക്രിപ്റ്റോഗാമുകൾ, ഫംഗസുകൾ. ഇവയൊന്നുമല്ല. കായകൾ ഉണ്ടാകാതെ വിത്തുണ്ടാക്കുന്ന സസ്യങ്ങളാണ് ജിംനോസ്പേം, ക്രിപ്റ്റോഗാമുകൾ, ഫംഗസുകൾ. ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ജിംനോസ്പേമുകൾ. IR20 ഏതിനം വിളയാണ്? പരുത്തി, നെല്ല്, ഗോതമ്പ്, കരിമ്പ്. ആൻസർ ഓപ്ഷൻ ബി നെല്ല്. IR20 ഏതിനം വിളയാണ്? ആൻസർ ഓപ്ഷൻ ബി നെല്ല്. ഓസോൺ സുഷിരങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് യൂറോപ്പ്, അന്റാർട്ടിക്ക, ഇന്ത്യ, ആഫ്രിക്ക. ആൻസർ ഓപ്ഷൻ ബി ആണ് അന്റാർട്ടിക്ക. ഓസോൺ സുഷിരങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് അന്റാർട്ടിക്ക. രാജ്യാന്തര ജൈവ വൈവിധ്യ വർഷം 2011, 2010, 2013, 2014. രാജ്യാന്തര ജൈവ വൈവിധ്യ വർഷം ഓപ്ഷൻ ബി ആണ് വരുന്നത് 2010. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത് ഏത് സസ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്? തൊട്ടാവാടി, നീലക്കുറിഞ്ഞി, അശോകം, കച്ചാർവാഴ. ആൻസർ ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞി. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത് ഏത് സസ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞി. ഇലയിലെ ഹാസ്യരന്ധ്രങ്ങൾ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും സഹായിക്കുന്ന മൂലകം മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്. ആൻസർ ഓപ്ഷൻ സി പൊട്ടാഷ്യം. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ O2, O2 and CO2, CO2 and CH4, CH4. ആൻസർ ഓപ്ഷൻ സി ആണ് CO2 and CH4. അപ്പൊ കാർബൺ ഡയോക്സൈഡും മീഥൈനുമാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ. ലോക വിഭജനം കണ്ടെത്തിയത്, കോശവിഭജനം കണ്ടെത്തിയത് ആര്? ഹക്സ്ലി, അലക്സാണ്ടർ, സ്ട്രാറ്റസ്ബർഗർ, ഫ്ലെമിംഗ്. ഓപ്ഷൻ സി സ്ട്രാറ്റസ്ബർഗർ. കോശവിഭജനം കണ്ടെത്തിയത് ആര്? സ്ട്രാറ്റസ്ബർഗർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് ബന്ദിപ്പൂർ, കോർബറ്റ്, പെരിയാർ, സൈലന്റ് വാലി. ആൻസർ ഓപ്ഷൻ ബി കോർബറ്റ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് കോർബറ്റ്. റെഡ് ഡാറ്റ ബുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? IUCN, WWF, IBWI, സൈറ്റസ്. ഓപ്ഷൻ എ ആണ് IUCN. പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയ വർഷം 1975, 1973, 1974, 1971. പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ ബി ആണ് 1973. ഹോട്ട്സ്പോട്ടുകളിലെ ജൈവ വൈവിധ്യം കുറവ്, കൂടുതൽ, എയും ബിയുമല്ല, ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ് കൂടുതൽ. ഹോട്ട്സ്പോട്ടുകളിലെ ജൈവ വൈവിധ്യം കൂടുതൽ. കാർബൺ ക്രെഡിറ്റ് എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യോട്ടോ പ്രോട്ടോകോൾ, G8, G20, മോൺട്രിയോൾ പ്രോട്ടോകോൾ. അപ്പോൾ കാർബൺ ക്രെഡിറ്റ് എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ.
സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോളൻ കൈമ, പാരൻ കൈമ, സ്പ്ലിറൻ കൈമ. മെരിസ്റ്റം. സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, പാരൻ കൈമ. ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ ഓക്സിലോഫൈറ്റുകൾ, ഹാലോഫൈറ്റുകൾ, സിറോഫൈറ്റുകൾ, ട്രോപ്പോഫൈറ്റുകൾ. ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ ഓക്സിലോഫൈറ്റുകൾ, ഹാലോഫൈറ്റുകൾ, സീറോഫൈറ്റുകൾ, ട്രോപ്പോഫൈറ്റുകൾ. ആൻസർ ഓപ്ഷൻ എ, ഓക്സിലോഫൈറ്റുകൾ. നദികളിലെ ജലമലിനീകരണം കണക്കാക്കുന്നത് ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഏതിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ്? നദികളിലെ ജലമലിനീകരണം കണക്കാക്കുന്നത് ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഏതിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ്? ക്ലോറിൻ, ഓസോൺ, ഓക്സിജൻ, നൈട്രജൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. ജെം പ്ലാസം തിയറി ആരുടേത്? ലൂയി പാസ്റ്റർ, ജെസി ബോസ്, ബെറ്റ്സൺ, വെയ്സ്മാൻ. ഓപ്ഷൻ ഡി, വെയ്സ്മാൻ. ജെം പ്ലാസം തിയറി ആരുടേത്? ആൻസർ ഓപ്ഷൻ ഡി, വെയ്സ്മാൻ. മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ട്രയാസിക്, സിലൂറിയൻ, ക്രെറ്റേഷ്യസ്, ഡിവോണിയൻ. മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി, ഡിവോണിയൻ. ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പുറത്തുവിടുന്ന രാജ്യം? ഇന്ത്യ, ബ്രിട്ടൻ, US, ഫ്രാൻസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, USA. സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗം ജൈവകണങ്ങൾ, കോശസ്തരം, ലൈസോസോം, ഗോൾജി ബോഡി അല്ലെങ്കിൽ ഗോൾജി വസ്തുക്കൾ. സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗം ഓപ്ഷൻ എ ആണ്, ജൈവകണങ്ങൾ. ബാക്ടീരിയ കണ്ടെത്തിയതാര്? റോബർട്ട് ഹൂക്ക്, ലീവൻ ഹോക്ക്, എഡ്വേർഡ് ജെന്നർ, റെനെ ലെനക്. ബാക്ടീരിയ കണ്ടെത്തിയതാര്? ആൻസർ ഓപ്ഷൻ ബി, ലീവൻ ഹൂക്ക്. വരണ്ട കാലാവസ്ഥ ഉള്ളപ്പോൾ പുരയിടത്തിലെ മണ്ണ് കിളച്ചിടുന്നതിനുള്ള കാരണം? ഉപരിതലത്തിലേക്ക് ജലം കൊണ്ടുവരുന്നതിന്, അടിമണ്ണിലേക്ക് ജലം താഴ്ന്നു പോകുന്നതിന്, ചൂട് മണ്ണിനടിയിലേക്ക് പോകാതിരിക്കാൻ, മണ്ണിന്റെ അടിയിലെ ജലാംശം മുകളിൽ വന്ന് നഷ്ടപ്പെടാതിരിക്കാൻ. വരണ്ട കാലാവസ്ഥ ഉള്ളപ്പോൾ പുരയിടത്തിലെ മണ്ണ് കിളച്ചിടുന്നതിനുള്ള കാരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മണ്ണിന്റെ അടിയിലെ ജലാംശം മുകളിൽ വന്ന് നഷ്ടപ്പെടാതിരിക്കാൻ. പ്രസവിക്കുന്ന ആർത്രോപോഡ, പാറ്റ, തേൾ, ഞണ്ട്, ചെമ്മീൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, തേൾ. പ്രസവിക്കുന്ന ആർത്രോപോഡ, തേൾ. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ നാശം മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം താളം തെറ്റുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന രോഗം? അൽസൈമേഴ്സ്, തളർവാദം, പക്ഷാഘാതം, പാർക്കിൻസൺ. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ നാശം മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം താളം തെറ്റുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന രോഗം? അൽഷൈമേഴ്സ്, തളർവാദം, പക്ഷാഘാതം, പാർക്കിൻസൺ. ഓപ്ഷൻ എ ആണ്, അൽഷൈമേഴ്സ്. കോബിൾ ഹൈപ്പോതെസിസ് ആവിഷ്കരിച്ചത്? മോറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്ക്, ജെ വാട്സൺ, റോസ്ലിൻ ഫ്രാങ്ക്ലിൻ. ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസിസ് ക്രിക്ക്.
മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639, 206, 638, 208. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ എ ആണ് 639. ജനിതക കോഡ് കണ്ടെത്തിയത് മാർഷൽ, നിറൻബർഗ് ഖൊറാന, പാരിൻ, ഹാഡി, വിൻസ്ബർഗ്. ജനിതക കോഡ് കണ്ടെത്തിയത് മാർഷൽ, നിറൻബർഗ് ഖൊറാന, പാരിൻ, ഹാഡി, വിൻസ്ബർഗ്. ഓപ്ഷൻ എ ആണ് മാർഷൽ, നിറൻബർഗ് ഖൊറാന. ജലം വളരെ മലിനമായി കണക്കാക്കുന്നത് BODയുടെ മൂല്യം 0 മുതൽ 5 വരെ, 5 മുതൽ 17 വരെ, 17 കൂടുതൽ. ഓപ്ഷൻ ഡി ആണ് 17 കൂടുതൽ. ജലം വളരെ മലിനമായി കണക്കാക്കുന്നത് BODയുടെ മൂല്യം 17 കൂടുതൽ. അടുത്തത് ക്രിയേഷൻ ഓഫ് മുദ്ര ബാങ്ക് വാസ് അനൗൺസ്ഡ് വിത്ത് ദ purpose of 10,000 crores, 20,000 crores, 500 crores, 1,000 crore. Creation of Mudra Bank was announced with the purpose of answer option B ആണ് 20,000 crores. 20,000 കോടിയാണ്. Which is the longest river in Kerala? ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, നിള. ഓപ്ഷൻ ബി ആണ് പെരിയാർ. Indian Constitution is composed of the following parts and schedules: 20 part and 9 schedule, 19 parts and 8 schedule, 25 parts and 10 schedule, 25 parts and 12 schedule. Indian Constitution is composed of following parts and schedules. Option D ആണ് പറഞ്ഞിട്ടുള്ളത് 25 parts and 12 schedule. Who was selected as the best film actress in 2015 National Award for her performance in film Queen? Kanaka Ranaut, Shabana Azmi, Deepika Padukone, Geetanjali Thapar. Was selected as the best film actress in 2015 National Award for her performance in film Queen. Answer option A ആണ് Kankana Ranaut. Who won 2016 Australian Open title of tennis in women's category? Steffi Graf, Angelique Kerber, Sania Mirza, Serena Williams. Answer option B ആണ് Angelique Kerber. The founder and editor of a women's magazine Srimati Akkama Cheriyan, Anna Chandi, Lalita Prabhu, Puttimalu Amma. Answer option B Anna Chandi. Where is the place in Kerala began the first butterfly park in Asia? Ukkodu, Thanmala, Agasthyamala, Devikulam. And answer option B ആണ് വരുന്നത് തെന്മല. What was the real name of വാഗ്ഭടാനന്ദ? KP കുഞ്ഞുകണ്ണൻ, കീലേരി കുഞ്ഞിക്കണ്ണൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞൻ പിള്ളൈ. ആൻസർ ഓപ്ഷൻ സി ആണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. ഹൈറ്റ് ഓഫ് ആനമുടി പീക്ക് 2,650 meter, 2,695 meter, 2,690 meter, 2,685 meter. Answer ഓപ്ഷൻ ബി 2,695 meter. 2,695 meter ആണ് ആനമുടി പീക്കിന്റെ ഉയരം വരുന്നത്. നാഷണൽ ഹൈവേ 8 കണക്ട്സ് വാരണാസി കന്യാകുമാരി, ഡൽഹി മുംബൈ, മുംബൈ കൽക്കത്ത, കൊൽക്കത്ത ചെന്നൈ. NH8 കണക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബി ഡൽഹി മുംബൈ. By eradicating poverty, who wish to wipe out every tear from every eye? Mahatma Gandhi, Jawaharlal Nehru, Indira Gandhi, Tagore. By eradicating poverty, who wish to wipe out every tear from every eye?
ആൻസർ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. ദ യൂണിറ്റ് ഓഫ് luminous intensity കാൻഡല, ലക്സ്, സ്റ്റെറേഡിയൻ, ലൂമൻ. ആൻസർ ഓപ്ഷൻ എ ആണ് കാൻഡല. Teacher-pupil interaction inside the classroom should generate argument, data, ideas, controversy. Answer option C, ideas. The Parliament enacted the Right to Information Act in year 2002, 2003, 2004, 2005. The Parliament enacted the Right to Information Act in the year Answer option D ആണ് 2005. In which year University Grants Commission was established? 1952, 1953, 1954, 1956. Answer option B ആണ് 1953. On which animal Paulo conducted the experiment? Horse, rat, dog, sheep. Answer option C, dog. The term emotional quotient is given by William Wundt, Jean Piaget, Goleman, none of these. Answer option C, Goleman. Who was the social reformer? Who was the social reformer related to Kallumala agitation? Ayyankali, T.K. Madhavan, A.K. Gopalan, Srinarayana Guru. Answer option A, Ayyankali. Self-actualization theory proposed by Abraham Maslow, Freud, Tolman, Carl Jung. Answer option A, Abraham Maslow. The NSG operation against terrorist attack in Pathankot Airport is known as Operation Blue Star, Operation Dangu, Operation Desert Storm, Operation Big Daddy. Answer option D ആണ് Operation Big Daddy. The NSG operation against the terrorist attack in Pathankot Airport is known as Operation Big Daddy. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഈ PSC പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ വീഡിയോസൊക്കെ ഡെയിലി എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. സോ അപ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഏതെങ്കിലും ആൻസറുകളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.